ഉണ്ണി ഐശ്വര്യമായിട്ടുള്ള സൗഹൃദം ഒരുപാട് വർഷം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പിന്നെ ഐശ്വര്യ നിങ്ങൾ കാണുന്ന ഹൈറ്റ് വെയിറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, ഭയങ്കര പാവമാണ്. എന്റെ അടുത്തല്ല, ഇവന്റെ അടുത്തും അല്ല, അവളുടെ അനിയന്റെ അടുത്തും അല്ല, ബാക്കി നാട്ടുകാരുടെ അടുത്ത് കൊണ്ട് ഭയങ്കര പാവമാണ്. പിന്നെ അവളുടെ കല്യാണം ഉള്ളിലൊന്നോ ചേച്ചിന് ഇത് ഐശ്വര്യ അനിയനാട്ടോ ഞങ്ങളുടെ ഉണ്ണി. അപ്പം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ കല്യാണത്തിന്റെ ബഹളം അല്ലേടാ. ഇവന് എക്സാം ഞങ്ങള് കൊറേ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. 2 ദിവസം കഴിഞ്ഞ കല്യാണം. എന്താണ് പറയാനുള്ളത്? പറയാന്ന് വെച്ചാല് കൊറേ ഇത്ര നാള് ശരിക്കും ഒരു നോക്കിയത് ചേച്ചിയായിരുന്നു. എന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാം കാര്യം ഞാൻ എന്തുകൊണ്ടും ചേച്ചിയുടെ എന്തുകൊണ്ടും ചോദിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ചോദിക്കാറ് പോലുമില്ല, ചിലപ്പോൾ ഞാൻ ചോദിക്കാറ് പോലില്ല. ഇപ്പം എന്ത് കാര്യമാണെങ്കിൽ ചോദിക്കാറ് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോകുക, അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട് ഞാൻ എനിക്ക് ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുക. ചിലപ്പോൾ ചില സമയത്ത് എന്റെ വഴക്ക് പറയും, ചില സമയത്തായിരിക്കും. പക്ഷെ ഉള്ളില് സ്നേഹമുണ്ട്, അതുള്ളതുകൊണ്ടാണ്. ഫാമിലി കേട്ടോ, ഇവരില്ലാണ്ട് എവിടെയും പോകത്തില്ല, ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. മറ്റേ ഇവൻ പറയണത് ഇവൻ കരയില്ല എന്നാണ് പോകുമ്പോ. ഞാൻ പറഞ്ഞു അവളെ ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ പോവും, ഞാൻ നിൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവള് അല്ല അമ്മയുടെ കൂടെ നിൽക്കണം, ഞാൻ പോയിട്ട് അമ്മയുടെ കൂടെ നിൽക്കണം, എന്നിട്ട് അടൂരേക്ക് വരണം എന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇത് നോട്ട് ചെയ്തോ, ജഗദീഷ് ഏട്ടൻ മറ്റേ പളത്തി കരയണ പോലെ ഇവൻ കരയും. എന്നോട് അഭിമാനം നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഞാനാണ് ഫസ്റ്റ് കയറിയ താലി കെട്ടുന്ന സമയത്ത്. അതാണ് എനിക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാര് കല്യാണം കഴിയുമ്പോൾ പെട്ടെന്ന് ഇത്ര നാളെ കൂടുതൽ വേറെ വീട്ടിലേക്ക് മാറിപ്പോയല്ലേ. ഉണ്ട്, ഇല്ലെന്നില്ല, ഉണ്ട്, വിഷമമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. നല്ല കാര്യത്തിന് നല്ല ഡിഫറൻസ് വരും, നല്ല ഡിഫറൻസ്. എന്റെ ഡ്രസ്സ് എല്ലാം സെലക്ട് ചെയ്യുന്ന ചേച്ചി. എനിക്ക് ഒരു ഡ്രസ്സിന്റെ സെലക്ഷൻ എന്ന് പറഞ്ഞ സാധനമില്ല, എനിക്കൊന്നും ചെയ്യാൻ അറിയത്തില്ല, എല്ലാം ചേച്ചി ചെയ്യുന്നത്. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യം എൻ്റെ എല്ലാ കാര്യം ചേച്ചി തന്നെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ചെറിയ ഇപ്പോഴും പെട്ടെന്ന് മാറുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു കുറെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് വന്ന നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാസം അല്ലടാ, ഒരു മാസം 1.5 മാസം. അപ്പൊ അതിന്റെ പൊളിയാണ്, മൂഡ് മൈൻഡാണ്, നല്ല വൈബാണ്. ചേച്ചി പൊന്നുപോലെ നോക്കും, ചേച്ചി കൊണ്ട് നടക്കാം. ചേച്ചിയുടെ വൈബിന് പറ്റിയ ആളാണ്, ചേച്ചിയുടെ കൂടെ നിന്നോളും. ഇത്ര നാൾ ഞാനിപ്പോ എല്ലായിടത്തും ചേച്ചി കൊണ്ടുവരും പോകുന്നൊക്കെ ഞാനായിരുന്നു. ഇപ്പൊ ചേട്ടൻ പിന്നെ ഫാമിലി ഉണ്ടോ, ആന്റിയും അർജുന്റെ അമ്മയും എല്ലാരും. ഇത് അനിയന്റെ എല്ലാ ഡ്രസ്സുകളും സെലക്ട് ചെയ്യണത് ചേച്ചിയാണ്. പക്ഷെ ചേച്ചിയുടെ ഇപ്പൊ കല്യാണത്തോടൊക്കെ എല്ലാ ഡ്രസ്സുകളും സെലക്ട് ചെയ്യുന്നത് അതെന്താണെന്നറിയോ, അവൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒന്നും സാറ്റിസ്ഫൈഡ് ആവില്ല. ഞങ്ങള് എപ്പോഴും കളിയാക്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്, കല്യാണത്തിന് തലേദിവസം മേക്കപ്പ് തുടങ്ങണമെങ്കിൽ എന്നാലേ വ്യത്യാസം ഇറങ്ങാൻ പറ്റുള്ളൂ. അതിന് പക്ഷെ നമ്മള് കൊറേ ചേച്ചി എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് താല്പര്യമുള്ള ആളാണ്. അവരുടെ മുന്നിൽ താഴ്ന്നു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ട് വരത്തില്ല. അത് എന്ത് വന്നാലും ഭയങ്കര കളർ എല്ലായിടത്തും തീർച്ചയായിട്ടും ചേച്ചിയുടെ ഒരു ഐഡന്റിറ്റി നിർത്തണം എന്നാണ് മെയിൻ. ആള് നല്ല കെയറിങ് ഒക്കെയാണ്. ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, പാവാണ്, ചേച്ചി പൊന്നു പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവർ നല്ല എപ്പോഴും വർത്താനം പറയും, നല്ല ഫ്രണ്ട്ലിയാണ് ചേട്ടൻ. ഇങ്ങനെ എപ്പോഴും വർത്താനൊക്കെ പറഞ്ഞ് ചിൽ മൈൻഡാണ്. ഇപ്പൊ ഞാൻ എന്നെ വിളിച്ചില്ലെങ്കിലും ആ ഡാൻസിന് സപ്പോർട്ടിങ് അർജുൻ ചേട്ടൻ നല്ല സപ്പോർട്ടിങ് ആണ്. നമ്മളിപ്പോ വേറെ വീട്ടിലേക്ക് പറഞ്ഞു വിടാന്നുള്ളൊരു ഫീലിംഗ് ഞങ്ങൾക്ക് ഇപ്പൊ അതില്ല. കാരണം വെച്ചാൽ ഞങ്ങൾ ചേച്ചി എങ്ങനെ കൊണ്ടു നടക്കും, അതുപോലെ തന്നെ അവര് ചേച്ചിനെ കൊണ്ടു നടക്കും. ആ ഒരു വിശ്വാസമുണ്ട്. ഇത് സന്തോഷം. അല്ലേ നമ്മള് പിടിച്ചേക്കണം, കഴിയരുത്. നിങ്ങൾ സാക്ഷിയില്ല. ശരിട്ടാ, കല്യാണം കൂടാ നമുക്ക്. എനിക്ക് അങ്ങനെ ഞാൻ കരയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ ഞാൻ ചിലപ്പോ കരഞ്ഞിരിക്കും, എന്നാൽ ഞാൻ മാറ്റി കരയാൻ. അപ്പൊ എല്ലാവർക്കും കല്യാണം കൂടാ.